അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. 6ാം ക്ലാസ്സിന്റെ കിതാബു തജ്വീദിലെ അദ്ദറസുസാനി രണ്ടാമത്തെ പാഠം തഹ്സീനു തിലാവ, പാരായണം നന്നാക്കുക എന്ന പാഠഭാഗമാണ് നമുക്ക് പാഠം വായിച്ച് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധ ഖുർആൻ മനോഹരമായ ശബ്ദത്തിലും ആകർഷണീയമായ ശൈലിയിലും പാരായണം ചെയ്യുന്നവരെ അള്ളാഹുവിനും റസൂലിനും ഏറെ ഇഷ്ടമാണ്. അതിനാൽ നാം അപ്രകാരം പാരായണം ചെയ്യണം. വിശുദ്ധ ഖുർആൻ മനോഹരമായ ശബ്ദത്തിലും ആകർഷണീയമായ ശൈലിയിലും പാരായണം ചെയ്യുന്നവരെ അള്ളാഹുവിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഏറെ ഇഷ്ടമാണ്. അതിനാൽ നാം അപ്രകാരം പാരായണം ചെയ്യണം. അള്ളാഹു പറയുന്നു, വറത്തിലിൽ ഖുർആന തർത്തീല, റത്തിലിൽ ഖുർആന തർത്തീല, നിങ്ങൾ ഖുർആൻ സാവധാനം നിയമങ്ങൾ പാലിച്ച് ഭംഗിയായി പാരായണം ചെയ്യുക. നിയമങ്ങൾ പാലിച്ച് സാവധാനം ഭംഗിയായി പാരായണം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്താണ്? സയ്യിനുൽ ഖുർആന ബിഅസ്വാതികും, എന്താണ്? നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആനിനെ, അതായത് പാരായണത്തെ മനോഹരമാക്കുക. നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആനിനെ മനോഹരമാക്കുക. സയ്യിനുൽ ഖുർആന ബിഅസ്വാതികും. പാരായണത്തിൽ ശബ്ദം ഭംഗിയും ശൈലിയും സൂക്ഷിക്കാനുള്ള നിർദ്ദേശമാണിത്. പാരായണത്തിൽ ഭംഗിയും ശൈലിയും സൂക്ഷിക്കാനുള്ള നിർദ്ദേശമാണിത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഖ്റഉൽ ഖുർആന ബിലുഹൂനിൽ അറബി വഅസ്വാതിഹ, എന്താണ്? നിങ്ങൾ അറബികളുടെ ശൈലിയിലും ശബ്ദത്തിലും ഖുർആൻ പാരായണം ചെയ്യുക. നിങ്ങൾ അറബികളുടെ ശൈലിയിലും ശബ്ദത്തിലും ഖുർആൻ പാരായണം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറഞ്ഞതാണത്. ഖുർആൻ അറബി ഭാഷയിലായതിനാൽ മറ്റൊരു ഭാഷാ ശൈലിയിലും കലർപ്പില്ലാതെ ശുദ്ധമായ അറബിയിൽ തന്നെ അത് പാരായണം ചെയ്യണമെന്ന കൽപ്പനയാണിത്. പാരായണത്തിൽ മറ്റൊരു ഭാഷയുടെ ശൈലിയോ ഉച്ചാരണ രീതിയോ ഒരിക്കലും കടന്നു വരാൻ പാടില്ല. നമ്മുടെ പാരായണത്തിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പാരായണം ആകർഷണീയവും മികച്ചതുമാകും. ഏതൊക്കെ കാര്യങ്ങളാണ്? അക്ഷരങ്ങളുടെ കൃത്യമായ ഉച്ചാരണവും ശബ്ദ സ്വഭാവവും പാലിക്കുക. കൃത്യമായ ഉച്ചാരണവും ശബ്ദ സ്വഭാവവും പാലിക്കുക. മീമിലും നൂനിലും ഉന്നത്ത് ചെയ്യേണ്ടിടത്ത് കൃത്യമായി അളവ് പാലിച്ച് ഉന്നത്ത് ചെയ്യുക. മീമിലും നൂനും ശബ്ദത്തോടുകൂടി വരുമ്പോൾ ഉന്നത്ത് ചെയ്യേണ്ട സന്ദർഭമാണ്. അത് കൃത്യമായി അളവ് പാലിച്ച് ഉന്നത്ത് ചെയ്യുക. പിന്നെന്താ? ദീർഘശബ്ദം, അതായത് മദ് കൊടുക്കേണ്ടിടത്ത് കൃത്യമായ അളവ് പാലിച്ച് ശബ്ദം ക്രമീകരിക്കുക. കൃത്യമായ അളവില് നീട്ടിയിട്ട് ശബ്ദം ക്രമീകരിക്കുക. 4-മത്തതോ ഘന ശബ്ദവും, അതായത് തഫീം, ലഘുശബ്ദം, തർക്കീക്ക്, തടിപ്പിച്ചുച്ചരിക്കുന്നതും നേർപ്പിച്ചുച്ചരിക്കുന്നതും, തഫീമും തർക്കീക്കും കൊടുക്കേണ്ട അക്ഷരങ്ങൾ അവ കൃത്യമായി കൊടുക്കുക. തഫീമും തർക്കീക്കും കൊടുക്കേണ്ട അക്ഷരങ്ങൾ കൃത്യമായി കൊടുക്കുക. അടുത്തതാ 5-മത്തത് വഖഫ് ചെയ്യേണ്ട അവസരങ്ങളിൽ ശബ്ദം നിയന്ത്രിച്ച് നിയമാനുസൃതം വഖഫ് ചെയ്യുക. വഖഫ് ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെ ഓരോ നിയമങ്ങളുണ്ട് അല്ലേ? അതൊക്കെ ശബ്ദം നിയന്ത്രിച്ച് വഖഫ് ചെയ്യുക. പിന്നെ കാരികളുടെയും ഉസ്താദുമാരുടെയും ഖിറാഅത്ത് കേട്ട് പരിശീലനം നേടുക. കാരികളുടെയും ഉസ്താദുമാരുടെയും ഖിറാഅത്ത് കേട്ടിട്ട് നമ്മൾ ആവർത്തിച്ച് കേട്ടിട്ട് അതിനുള്ള പരിശീലനം നേടാൻ ഖുർആൻ പാരായണത്തിന്റെ. ഇവയെല്ലാം പഠിച്ചും പരിശീലിച്ചും ഖുർആൻ ഭംഗിയായി പാരായണം ചെയ്യാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ആമീൻ. അപ്പൊ ഇത്രയാണ് പാഠഭാഗത്തിൽ പറഞ്ഞത്. ഇനി നമുക്കതിന്റെ തദ്രിബാത്ത് നോക്കാം. ഉത്തരം എഴുതാനാണ്. എന്താണ് 1-മത്തെ ചോദ്യം? ഖുർആൻ പാരായണം ചെയ്യേണ്ടത് ആരുടെ ശൈലിയിലാണ്?
ആരുടെ ശൈലിയിലാണ്? അറബികളുടെ ശൈലിയിൽ. ഖുർആൻ പാരായണം ചെയ്യേണ്ടത് അറബികളുടെ ശൈലിയിലാണ്. നമുക്ക് ആൻസർ എഴുതാം, അറബികളുടെ ശൈലിയിൽ. ഇനി രണ്ടാമത്തെ ചോദ്യം, പാരായണത്തിൽ ശബ്ദം ഭംഗി ഉണ്ടാവണമെന്ന് പറഞ്ഞത് ആര്? ആരാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പാരായണത്തിൽ ശബ്ദ ഭംഗി ഉണ്ടാവണമെന്ന് പറഞ്ഞത്. ആൻസർ എഴുതാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇനി മൂന്നാമത്തത്, ഖുർആൻ പാരായണം ആകർഷണീയമാവാൻ ആവശ്യമായ 2 കാര്യങ്ങൾ എഴുതുക. നമ്മളവിടെ നമ്പർ ഇട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിൽ നിന്ന് 2 ഏതാണ്? അക്ഷരങ്ങളുടെ കൃത്യമായ ഉച്ചാരണവും ശബ്ദ സ്വഭാവവും പാലിക്കുക. പിന്നെ മീമിലും നൂനിലും ഉന്നത്ത് ചെയ്യേണ്ടിടത്ത് കൃത്യമായ അളവ് പാലിച്ച് ഉന്നത്ത് ചെയ്യുക. അപ്പോൾ നമ്മൾ പിന്നെയും പഠിച്ചതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എഴുതാൻ ഇവിടെ 2. പിന്നെ നമുക്ക് അവിടെ 2 ബാർകോഡ് തന്നിട്ടുണ്ട്. അത് സ്കാൻ ചെയ്താൽ എന്താണ്, അതിലൊരു ഖിറാഅത്ത് കേൾക്കാം. അതിലെ പാരായണം ആകർഷണീയമാവാൻ ആവശ്യമായ കാര്യങ്ങൾ ഏതൊക്കെ വന്നിട്ടുണ്ടെന്ന് ഉസ്താദിനോട് ചർച്ച ചെയ്യുക. ആ പാരായണത്തിൽ ശബ്ദം എന്താണ് ആകർഷണീയമാവാൻ, ആ പാരായണം ആകർഷണീയമാവാൻ ആവശ്യമായ കാര്യങ്ങൾ ഏതൊക്കെ വന്നിട്ടുണ്ടെന്ന് ഉസ്താദിനോട് ചർച്ച ചെയ്യാനാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ വരുന്ന വർക്കാണ്. അതുപോലെ അടുത്തത് എന്താണ്, QR കോഡിലെ ഖിറാഅത്ത് 10 തവണ ആവർത്തിച്ച് കേട്ട് അതേ ശൈലിയിൽ പാരായണം പരിശീലിച്ച് ഉസ്താദിന് ഓതി കൊടുക്കാനാണ്. അപ്പോൾ അത് ഫോൺ വെച്ചിട്ട് QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ചോദ്യങ്ങളാണ്, അള്ളാഹുവിനും റസൂലിനും ഏറെ ഇഷ്ടമാണ് ആരെയാണ്? വിശുദ്ധ ഖുർആൻ മനോഹരമായ ശബ്ദത്തിലും ആകർഷണീയമായ ശൈലിയിലും പാരായണം ചെയ്യുന്നവരെ അള്ളാഹുവിനും റസൂലിനും ഏറെ ഇഷ്ടമാണ്. പിന്നെ നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആനിനെ മനോഹരമാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ച ഹദീസ് ഏത് എന്ന് ചോദിക്കും. ഏതാണ്? സയ്യിനുൽ ഖുർആന ബി അസ്വാതിക്കും, സയ്യിനുൽ ഖുർആന ബി അസ്വാതിക്കും. പിന്നെ വറത്തിലിൽ ഖുർആന തർത്തീല, എന്താണ്? നിങ്ങൾ ഖുർആൻ സാവധാനം നിയമങ്ങൾ പാലിച്ച് ഭംഗിയായി പാരായണം ചെയ്യുക. പാഠഭാഗത്തിൽ വന്ന ഹദീസുകളൊക്കെ ഇതുപോലെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. സയ്യിനുൽ ഖുർആന ബി അസ്വാതിക്കും, നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആനിനെ മനോഹരമാക്കുക. ഇഖ്റഉൽ ഖുർആന ബിലുഹൂരിൽ അറബി വഅസ്വാതിഹ, നിങ്ങൾ അറബികളുടെ ശൈലിയിലും ശബ്ദത്തിലും ഖുർആൻ പാരായണം ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങൾ പാഠത്തിൽ വന്നത് നന്നായി മനസ്സിലാക്കുക. ഇത്രയാണ് നമുക്ക് പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.